മേഡം അസ്ന എന്ന് പറയുന്ന ഒരു പേഷ്യന്റിനെ മേഡത്തിന് ഓർമ്മയില്ലേ? അവരപ്പോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോളിക് ആസിഡ് കഴിക്കണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട് മാഡം. കഴിഞ്ഞ ആഴ്ച വന്ന അസ്ന അല്ലേ, അത് ആക്ച്വലി പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ആയിക്കോട്ടെ, അതിന് പീരിയഡ്സ് ആയിട്ട് സെക്കൻഡ് ഹാഫ് മിനിസ്ട്രേഷൻ വരാ പറഞ്ഞല്ലോ, അങ്ങനെ വരണം പറയട്ടോ. ഫോലിക് ആസിഡ് ഗർഭമുള്ള സമയത്ത് ഗർഭിണികൾക്ക് വളരെ ആവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് ഈ ഫോലിക് ആസിഡ്. ഗർഭം പ്ലാൻ ചെയ്യുന്ന 3 മാസം മുമ്പ് തന്നെ ഈ ഫോലിക് ആസിഡ് തുടങ്ങണം. ഗർഭം പോസിറ്റീവ് ആയിട്ടും 3 മാസം വരെ കഴിക്കണം. ഈ ഫോലിക് ആസിഡ് തന്നെ B9 കൂടി പറയും. ഗർഭം തുടങ്ങിയിട്ട് ഫസ്റ്റ് 3 മാസത്തിന്റെ ഉള്ളിലാണോ ഓർഗനോജെൻസിസ് പറയും. കുട്ടികളുടെ അവയവങ്ങളൊക്കെ വരുന്ന സമയമാണത്. ആ ടൈമിലെ നമുക്ക് ഫോലിക് ആസിഡ് കുറവ് കണ്ടാലേ കുട്ടികളുടെ ബർത്ത് ഡിഫക്ട്സ് വരാനും സാധ്യതയുണ്ട്. ബ്രെയിനിന്റെ നട്ടിലുണ്ട് ഡിഫക്ട്സ് വരാനും സാധ്യതയുണ്ട്. ഫോലിക് ആസിഡ് നോർമൽ ഭക്ഷണങ്ങളിൽ കിട്ടുന്നതിന് ഫോലേറ്റ് പറയും. അതന്നെ സിന്തറ്റിക് പ്രിപ്പറേഷൻ ആണെങ്കിൽ ഫോലിക് ആസിഡ് പറയും. ഏത് ആഹാരങ്ങളിലോ നമുക്ക് ഫോലിക് ആസിഡ് കിട്ടുന്നത് നോക്കിയാലേ ഫ്രൂട്ട്സ് പറയാ. ഫ്രൂട്ട്സിലോ ലെമൺ, വാട്ടർമെലൺ, ഓറഞ്ച് ഇതിലൊക്കെ ഉണ്ടാവും. ബനാന, വെജിറ്റബിൾസ് ബ്രൊക്കോലി, ബീൻസ്, ലീഫി വെജിറ്റബിൾസിലോ മുരിങ്ങ, ചീര ഇതിലൊക്കെ ഈ വൈറ്റമിൻസ് ഈ ഫോലിക് ആസിഡ് ഉണ്ടാവും. സീരിയൽസിലോ കൂടി ഗോതമ്പ് ഇതിലോ കൂടി ഉണ്ടാവും. നമ്മൾ ആഹാരങ്ങളിൽ കുറവായാലും കൂടി നമുക്ക് ഫോലിക് ആസിഡ് കുറവേ ഉണ്ടാവും. അല്ലെങ്കിൽ അബ്സോർപ്ഷനിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഫോലിക് ആസിഡ് നമുക്ക് ബോഡിയിലോ കുറവ് കാണിക്കും. ആക്ച്വലി ആഹാരത്തിലോ കിട്ടുന്ന മേലേക്ക് സിന്തറ്റിക് പ്രിപ്പറേഷൻസ് ഫോലിക് ആസിഡ് ആയിട്ട് കഴിച്ചാലേ നമുക്ക് ഫോലിക് ആസിഡ് ശരിക്കും ബോഡിക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് ഫോലിക് ആസിഡ് മസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറയുന്നത്. സാധാ നോർമലി ഗർഭിണികളിലെ 400 മൈക്രോഗ്രാംസ് പെർ ഡേ മതിയാവും. പക്ഷെ പ്രീവിയസ് ഹിസ്റ്ററീസ് എന്തെങ്കിൽ കുട്ടികൾക്ക് ബർത്ത് ഡിഫക്ട്സ് ഉള്ള ബേബീസ് അവർക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പ്രഗ്നൻസിയിലോ നമ്മൾ ഈ ഫോലിക് ആസിഡ് കുറച്ചുകൂടി കൂടുതൽ ഡോസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അവർ അഡ്വൈസ് കിട്ടിയിട്ട് ഫോലിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്താൽ നല്ലതാണ്.